ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കണവക്കറിയാണ്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം 300 ഗ്രാം കണവ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ ഏകദേശം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, പിന്നെ 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് എണ്ണ, കറിവേപ്പില, 1/4 ടീസ്പൂൺ കടുക്, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ. ഇനി ഒരു 10 ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിന് ജസ്റ്റ് ചെറിയ ഉള്ളി മാത്രം ചേർക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ കറി വയ്ക്കാൻ പോകുന്നത് വറുത്തരച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഈ തേങ്ങ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിനൊരു 10 മിനിറ്റ് എടുക്കും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കണം. ഈ തേങ്ങയുടെ ചൂടൊന്ന് ആറിയതും നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജീരകം, പെരുംജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിൽ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി കറി വയ്ക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടായതും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായതും അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടി നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുക്കാം. അതിലോട്ട് നമുക്ക് ഈ കണവ ഇട്ട് കൊടുക്കാം. മീൻ കറിയൊക്കെ നമ്മൾ ചട്ടിയിൽ വയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയുടെയും ഉള്ളിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങയും ജീരകവും പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോരുത്. ഈ കറി കുറച്ച് കുറുകിയിരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു ലിഡ് വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് വറ്റി വരണം. അതുകൊണ്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. കറി ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണവയും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് താളിച്ചൊഴിക്കണം. ഇനി താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതും കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.